സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും നോമ്പുകാല ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് തിരഞ്ഞെടുത്ത ഒരു തിരുവചനം വായിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം, അധ്യായം 58, വാക്യം 5. എനിക്ക് ഇഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ? ഇതാകുന്നുവോ ഉപവാസം എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ വാക്യം അവസാനിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ദൈവജനം, പ്രത്യേകിച്ച് ക്രിസ്തീയ സഭ, ഇക്കഴിഞ്ഞ ബുധനാഴ്ച മുതൽ നോമ്പുകാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇനിയുള്ള കുറേ ദിവസങ്ങൾ, ഏതാണ്ട് 50ഓളം ദിവസങ്ങൾ നോമ്പുകാല ധ്യാനങ്ങൾ ആലയങ്ങളിൽ ധ്യാനിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ പങ്കപ്പാടുകളും ക്രൂശ് മരണവും ധ്യാനിക്കുകയും ചെയ്യുകയാണല്ലോ. സത്യത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന നോമ്പ്, ദൈവം ഇഷ്ടപ്പെടുന്ന നോമ്പുകാലം എന്താണെന്ന് വളരെ വ്യക്തമായി യെശയ്യാ പ്രവാചകൻ 58-ാം അധ്യായം വഴി നമ്മെ പഠിപ്പിക്കുന്നു. എനിക്കിഷ്ടമുള്ള നോമ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് 5-ാം വാക്യം ആരംഭിക്കുന്നത്. നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. കാരണം നന്മയും തിന്മയും നമ്മുടെ മുമ്പിലുണ്ട്. തിന്മയെ തിരസ്കരിക്കുവാനും നന്മയെ സ്വീകരിക്കുവാനും പരിശുദ്ധാത്മാവ് ഉപദേശിക്കുന്നു. ഈ നോമ്പുകാലം ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസ ദിനങ്ങളായി മാറുവാൻ നാം നമ്മെ തന്നെ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ദൈവവചനത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ നാം കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ദൈവവചനത്തിൻ്റെ മുന്നിൽ, ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നാം നമ്മെ സമർപ്പിച്ചു കൊടുക്കുമ്പോഴാണ് സത്യത്തിൽ ഈ നോമ്പുകാല ചിന്തകൾ നമുക്ക് അനുഗ്രഹമായി തീരുന്നത്. ഇവിടെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായത്തിൽ ദൈവം പ്രവാചകൻ വഴി വളരെയധികം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ദൈവത്തോട് അടുപ്പാൻ വാഞ്ചിക്കുന്നു, ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് ദൈവം നോക്കാതെ ഇരിക്കുന്നതെന്ത്, ശ്രദ്ധിക്കാതെ ഇരിക്കുന്നതെന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് ദൈവം അറിയാതിരിക്കുന്നതെന്ത്? ഇതെല്ലാം ഇസ്രായേൽ ജനത്തിൻ്റെ ചോദ്യങ്ങളായിരുന്നു. അതിന് ദൈവത്തിന് വ്യക്തമായ മറുപടിയും ഉണ്ടായിരുന്നു. ഇതാ, നിങ്ങൾ നോമ്പ് നോൽക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോൽക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് നോമ്പ് നോൽക്കുന്നത്. ഇവിടെ പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായത്തിൽ യഥാർത്ഥമായ ഉപവാസം അഥവാ യഥാർത്ഥമായ നോമ്പ് എന്താണെന്ന് പഠിപ്പിക്കുകയാണ്. 6 മുതൽ 8 വരെ അത് വളരെ വ്യക്തമായി നമുക്ക് ധ്യാനിക്കുവാനും പഠിക്കുവാനും സാധിക്കും. ഈ വിധത്തിൽ നാം
നമ്മുടെ ധ്യാനത്തെ ക്രിസ്തു കേന്ദ്രീകൃതമായി ധ്യാനിക്കുമ്പോൾ ഈ നോമ്പുകാലം നമുക്ക് അനുഗ്രഹകരമായിരിക്കും. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. പ്രാർത്ഥനാഗാനം ഞങ്ങൾ പാടാം, പാവനമാം ആലയത്തിനുള്ളിൽ. പ്രാർത്ഥനാഗാനം ഞങ്ങൾ പാടാം, പാവനമാം ആലയത്തിനുള്ളിൽ. പാഴിലാകരുതേ പാത തേടുമ്പോൾ, പാഴിലാകരുതേ നിൻ പാത തേടുമ്പോൾ. താപമേറും മാനസേ